ഇന്ന് നമ്മൾ എളുപ്പത്തിൽ ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗോതമ്പ് ദോശയാണ് ചെയ്യുന്നത്. കൂടുതൽ ആളുകളും ചെയ്യുന്നത് തന്നെയായിരിക്കും. എന്നാലും കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എങ്ങനെയാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗോതമ്പ് ദോശ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ഗോതമ്പ് ദോശ റെഡിയാക്കാനായിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. സാധാരണ പച്ചവെള്ളം തന്നെയാണ് എടുക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്ത സമയത്ത് ഏകദേശം ഒരു 1.5 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. നോക്കിയിട്ട് എടുത്താൽ മതിയാകും. ആദ്യമേ ഒന്നിച്ചൊഴിക്കാതെ ഇതുപോലെ കുറച്ചായിട്ട് മിക്സ് ആക്കി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലൊരു വിസ്ക് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കലക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നങ്ങ് കറക്കി എടുക്കുകയാണെങ്കിൽ അങ്ങനെ ആയാലും മതിയാകും. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്ന സമയത്ത് ഈ ഒരു ലൂസ് മതിയാകും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ചുട്ടെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ദോശയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. സാധാരണ സമയമില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കലുണ്ട്. പക്ഷേ സമയം ഉണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ദോശ ചുടാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് ഒരു 2 നുള്ള് സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ദോശ ചുട്ടെടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഒരു ഇത്തിരി മാവ് ടൈറ്റുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്നങ്ങ് ലൂസാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ മതിയാകട്ടെ. ഇത് പാകമായിരിക്കും. ഒരു ദോശ ചുട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ വെള്ളം ചേർത്താൽ മതി. ഇനിയിപ്പോൾ പാൻ ചൂടാക്കിയിട്ട് ദോശ ചുട്ടെടുക്കുക. എപ്പോഴും ഒരു പാകം ചൂടായിരിക്കണം. നല്ല ചൂട് ചട്ടിക്ക്, അതായത് നമ്മൾ പാൻ ഭയങ്കരമായിട്ട് ചൂട് കൂടിക്കഴിഞ്ഞാൽ നല്ലോണം ചുറ്റിച്ചെടുക്കാനായിട്ട് പറ്റില്ല. ഒരു മീഡിയം ചൂടിൽ ഇതുപോലെ നല്ലോണം ചുറ്റിച്ചെടുക്കുക. നല്ല കനം കുറച്ചിട്ട് എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. പിന്നെ ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് റെഡി ആയി കിട്ടും കേട്ടോ. ഇങ്ങനെ ആവുന്ന സമയത്ത് നല്ലോണം ഒന്ന് മുരിഞ്ഞ് ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി ഓയിൽ മൊത്തത്തിലാക്കി കൊടുക്കുക. നെയ്യ് വേണ്ടവർക്ക് നെയ്യായാലും മതി. ഇത് നമ്മൾ തീ കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് മുരിച്ചെടുക്കാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ കറക്റ്റ് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമല്ലോ കേട്ടോ. അവിടെ ഇവിടെയും കരിഞ്ഞിരിക്കുന്ന ആ ഒരു രീതിയിലായിരിക്കും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ ആക്കി എടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് ദോശ തന്നെ കിട്ടും. പിന്നെ ഗോതമ്പ് ദോശ എപ്പോഴും ആ ഒരു ചൂടോട് കൂടെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുള്ളൂ. ചൂടാറിക്കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതും അതുപോലെ തന്നെയാണ്. ഇഷ്ടപ്പെട്ട ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും നമുക്ക് സെർവ് ചെയ്യാം. ഞാനിപ്പോൾ നമ്മളെ തക്കാളി റോസ്റ്റിൻ്റെ കൂടെയാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. അതും ഇതും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഗോതമ്പ് ദോശ ഈ ഒരു രീതിയിൽ ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ചെയ്തു നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പം എന്തായാലും നല്ല റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്